Hi, good morning, students. I am Shabir Ali. Today we are going to learn a simple and an important topic, has and have, the usages of has and have. Let's go. What is has and have? Has and have we are using for to show the possession. പൊസഷനെ കാണിക്കാനാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. എന്താണ് പൊസഷൻ? ഓണർഷിപ്പ്. അതിനെ കാണിക്കാനാണ് നമ്മൾ ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് എൻ എക്സാമ്പിൾ, വി ക്യാൻ സേ ആസ് ഐ ഹാവ് എ പെൻ. എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, ഞാനൊരു പേനയുടെ ഓണറാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, ഐ ഹാവ് എ പെൻ, അല്ലേ? എൻ്റെ കയ്യിലൊരു പേനയുണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്തത്. അവളെ കയ്യിലൊരു പേനയുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഷീ ഹാസ് എ പെൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊസഷനെ കാണിക്കാനാണ് നമ്മൾ ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്തത്. അതായത് ഓണർഷിപ്പിനെ കാണിക്കാൻ. ടു ഷോ ഓണർഷിപ്പ് ഓർ പൊസഷൻ വി യൂസ് ഹാസ് ഓർ ഹാവ്. മനസ്സിലായില്ലേ? ഇനി ഈ ഹാസും ഹാവും എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഹാസ് ആൻഡ് ഹാവ്. ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴും സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് വരുമ്പോഴാണ് നമ്മളെപ്പോഴും ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹാവ് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വേറെ എല്ലാ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദേ, വി, യു, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കുന്നു? ഹാവ് യൂസ് ചെയ്യുന്നു. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ നമ്മൾ ഹാവും, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അഥവാ ഏകവചനമാണെങ്കിൽ നമ്മൾ ഹാസും യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വി ഹാവ് എ പെൻ, നമ്മളുടെ കയ്യിലൊരു പേനയുണ്ട്. അല്ലെങ്കിൽ വി വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഷീ ഹാസ് എ പെൻ എന്ന് നമ്മൾ പറയുന്നു, അവളുടെ കയ്യിലൊരു പേനയുണ്ട്. അപ്പോൾ ഷീ വന്നപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഹാസ് ആണ് യൂസ് ചെയ്തത്. ഷീ ഒരാളാണ്, വി എന്നത് ഒരുപാട് പേരുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വി വന്നപ്പോൾ ഹാവും ഷീ വന്നപ്പോൾ ഹാസും നമ്മൾ ഉപയോഗിച്ചത്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഇത് ഓർക്കാനായിട്ട് എളുപ്പമാക്കി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അതായത് ഷീ, ഹി, ഇറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നു. വേറെ മറ്റെന്ത് വന്നാലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞു, അല്ലേ? ഐ ഹാവ് എ വാട്ടർ ബോട്ടിൽ എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയാം. ഇനി അതല്ല, എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ ഹാവ് എ ബുക്ക് എന്ന് പറയും. ഇനി അവളെ കയ്യിലൊരു ബുക്ക് ഉണ്ടെന്ന് നമ്മൾ പറയാൻ എന്താ യൂസ് ചെയ്യുക? ഷീ ഹാസ് എ ബുക്ക് എന്ന് പറയും. അവൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ടെന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹി ഹാസ് എ ബുക്ക് എന്നാണ് നമ്മൾ പറയാം. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഞങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്ന് എങ്ങനെ പറയുക? വി ഹാവ് എ ബുക്ക്. ഞങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയും, അല്ലേ? അവർക്ക് കാറുണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ദേ ഹാവ് എ കാർ. അല്ല, ഓണർഷിപ്പാണത്, അല്ലേ? അപ്പോൾ ദേ ഹാവ് എ കാർ. അവർക്ക് കാറുണ്ട്, അവർ കാറിൻ്റെ ഓണറാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ദേ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്തത്. എന്നാൽ അവന് കാറുണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ഹി ഹാസ് എ കാർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹി വന്നപ്പോൾ, അവൻ വന്നപ്പോൾ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഹാവും ഹാസും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കാം. ഐ വിൽ ആസ്ക് യു സംതിങ്. ഡു യു ഹാവ് എ മൊബൈൽ? നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ഉത്തരം പറയാം? യെസ്, ഐ ഹാവ് എ മൊബൈൽ. എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ഇനി എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ നോ, ഐ ഡോണ്ട് ഹാവ് എ മൊബൈൽ എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഡസ് യുവർ ഫാദർ ഹാവ് എ കാർ? നിങ്ങളുടെ അച്ഛന് കാറുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും യെസ്, മൈ ഫാദർ ഹാസ് എ കാർ എന്നാണ് പറയാം. മൈ ഫാദർ ഹാസ് എ കാർ എന്ന് പറയാം. എൻ്റെ അച്ഛന് ഒരു കാറുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയ ആക്ടിവിറ്റി തരാം. ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കാം. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ഓക്കെ, സറൗണ്ടിങ്സിലൊക്കെ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഐ ഹാവ്. നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ പെൻസിൽ എന്ന് പറയും, അല്ലേ? എൻ്റെ കയ്യിൽ പെൻസിലുണ്ട്, അല്ലേ? പുസ്തകം ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ഐ ഹാവ് എ ബുക്ക്, അല്ലേ? ഇനി രേഷ്മയുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെന്ന് രേഷ്മ എന്ന് പറഞ്ഞാൽ, രേഷ്മ പറയുമ്പോൾ
ഐ ഹാവ് എ ബുക്ക് എന്ന് പറയും. എന്നാൽ വേറൊരാൾ രേഷ്മയുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്ന് എങ്ങനെ പറയാം? രേഷ്മ ഹാസ് എ ബുക്ക് എന്നാണ് പറയാം. രേഷ്മ ഹാസ് എ ബുക്ക് എന്നാണ് പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നും കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്ത് പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് ഹാസിൻ്റെയും ഹാവിൻ്റെയും പ്രയോഗമാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ. ദ യൂസേജസ് ഓഫ് ഹാസ് ഓർ ഹാവ് അല്ലേ. ഹാസ് വരുമ്പോൾ ഹാസ് നമ്മളെ രണ്ടിൻ്റെയും പിന്നെ അർത്ഥം എന്താണ്? പൊസഷൻ കാണിക്കാനാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ടു ഷോ പൊസഷൻ വി ആർ യൂസിങ് ഹാസ് ഓർ ഹാവ് അല്ലേ. ഹാസും ഹാവും നമ്മൾ പൊസഷനെ അല്ലെങ്കിൽ ഓണർഷിപ്പിനെ കാണിക്കാനാണ്, ഉടമസ്ഥാവകാശത്തെ കാണിക്കാനാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഹാസും ഹാവ് യൂസ് ചെയ്യുന്ന ഉടമസ്ഥത്തിനെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പൊസഷനെ കാണിക്കാനാണ്, ഓണർഷിപ്പിനെ കാണിക്കാനാണ്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ? ഇനി നമ്മൾ സബ്ജക്റ്റ് പ്ലൂരൽ വരുമ്പോൾ നമ്മൾ എന്താ വയ്ക്കുക? ഹാവ് വയ്ക്കുന്നു. സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോൾ നമ്മൾ എന്താ വയ്ക്കുക? ഹാസ് വയ്ക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഐ വി ദേ വന്നു കഴിഞ്ഞാൽ നമ്മൾ യു വന്നു കഴിഞ്ഞാൽ ഐ വി ദേ യു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് വയ്ക്കുകയും ഹി ഷീ ഇറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് വയ്ക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ.